ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ഇവിടെ നമുക്കിനി സൂറത്തുൽ അഹ്സാബാണ്. സൂറത്തുൽ അഹ്സാബ്. അപ്പോൾ നമ്മൾ അഹ്സാബിന് മുമ്പ് സൂറത്ത് തഫ്സീർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ അഹ്സാബ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുകയാണ്. ഇത് അനിവാര്യമാണ്. അഹ്സാബിൻ്റെ ചരിത്രം അറിയൽ അനിവാര്യമാണ്. സൂറത്തിന് വലിയൊരളവ് മനസ്സിലാക്കാൻ. സൂറത്തിൽ അഹ്സാബുമായി ബന്ധപ്പെട്ടല്ല പല വിഷയങ്ങൾ വേറെയുണ്ട്. വിശുദ്ധ ഖുർആനിലെ മറ്റ് സൂറകളെ അപേക്ഷിച്ച് പല മസ്അലകളും പ്രത്യേകം പറയപ്പെട്ട സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് വഴിയെ പഠിക്കാം. പക്ഷെ ഇന്നിവിടെ എന്താണ് അൽ അഹ്സാബ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളൊക്കെ എന്താ മനസ്സിലാക്കിയത്? അൽ അഹ്സാബ് അഹ്സാബ് എന്ന് പറഞ്ഞെങ്കിൽ ചരിത്രത്തിൽ പ്രസിദ്ധമായത് ഗസ്വത്തുൽ അഹ്സാബാണ്. അഹ്സാബ് യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും പരീക്ഷിക്കപ്പെട്ട ഒരു സംഭവമാണ് അൽ അഹ്സാബ്. ഷിദ്ദത്തുൽ ജൂഉം ഷിദ്ദത്തുൽ ബർദും അതേപോലെ ഷിദ്ദത്തുൽ ഖൗഫ്, ശക്തമായ പേടി, ശക്തമായ തണുപ്പ്, ശക്തമായ വിശപ്പ്. ഇത് മൂന്നായിരുന്നു ആ നാളുകളിൽ മദീന. ആ നാളുകളിലായിരുന്നു ഈ അഹ്സാബ് നടന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് അൽ അഹ്സാബ്. ഈ അഹ്സാബ് എന്തെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഈ സൂറത്തിലും അത് കുറേ ഇൻഷാ അല്ലാഹ് ആവശ്യമായിട്ട് വരും. ഹിജ്റയുടെ 5-ാം വർഷം, ഹിജ്റയുടെ 5-ാം വർഷം ശവ്വാലിലും ദുൽഖഅദയിലുമായിട്ടാണ് ഈ അഹ്സാബ് നടക്കുന്നത്. ചിലർ ഇത് ഹിജ്റയുടെ 4-ലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഹിജ്റയുടെ 4-ലെന്ന് ചില ചരിത്രകാരന്മാർ. പലപ്പോഴും ഈ ചില സംഭവങ്ങളെ ഇങ്ങനെ ഒരു വർഷത്തേക്ക് വ്യത്യാസത്തിൽ പറയാനുള്ള കാരണം എന്താണ്? കാരണം ഈ ഹിജ്റ വർഷം എണ്ണുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഹിജ്റ വർഷത്തെ എണ്ണുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ ഏത് മാസത്തിലാണ് നടന്നത്? റബീഉൽ അവൽ മാസത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ. അപ്പോൾ ആ ഹിജ്റ നടന്ന വർഷത്തെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? 1, 2 എണ്ണിയത്. ചിലരെന്ത് ചെയ്തു? ഹിജ്റ റബീഉൽ അവൽ നടന്നു. ആ റബീഉൽ അവൽ ഉണ്ടല്ലോ, അത് മുതൽ ആ വർഷം മുതൽ 1, 2 ഇങ്ങനെ എണ്ണി. ചിലരെന്ത് ചെയ്തു? ആ റബീഉൽ അവൽ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളുണ്ടല്ലോ അതിനെ വിട്ടിട്ട് അടുത്ത മാസം മുതൽ എന്ത് ചെയ്ത് അടുത്ത മുഹറം 1 മുതൽ 1, 2 എണ്ണി. മനസ്സിലായല്ലോ? ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വർഷത്തൊക്കെ വ്യത്യാസമാണ് ചില സംഭവങ്ങൾക്ക് പറയുന്നത്. ഒരു വർഷത്തെ വ്യത്യാസം. ഇപ്പോൾ ഖന്തഖ് യുദ്ധം ഹിജ്റയുടെ 4-ൽ നടന്നു എന്നാണ് ചിലർ പറഞ്ഞത്. ചിലർ പറഞ്ഞത് ഹിജ്റയുടെ 5-ൽ നടന്നു, ശവ്വാലിൽ. അപ്പോൾ നോക്കി നിങ്ങൾ വ്യത്യാസം. അതെന്തുകൊണ്ട്? അത് ഇതുകൊണ്ടാണ്. ചിലർ എണ്ണിയത് ഹിജ്റ നടന്ന അതേ വർഷം 1, ചിലർ ആ വർഷത്തെ റബീഉൽ അവൽ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത മുഹറം മുതൽ 1 അങ്ങനെ എണ്ണി. അത് കാരണത്താലാണ് ഈ വർഷത്തിൽ ഏറ്റവും കുഴപ്പത്തിൽ വരുന്നത്. എന്തായാലും ഹിജ്റയുടെ 5-ാം വർഷം, അതാണ് ഏറ്റവും പ്രബലം, ശവ്വാൽ മാസത്തിലാണ് ഈ അഹ്സാബ് സംഭവം, യുദ്ധം നടക്കുന്നത് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ. അതിൻ്റെ കാരണം ഒന്ന് യഹൂദികളാണ്. വിശുദ്ധ മദീനയിലെ യഹൂദികൾ. ഈ മദീനയിലെ യഹൂദികൾ അവർ ഖൈബറിലേക്ക് പോയി. ബനൂ നദീർ ജൂതഗോത്രം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഉണ്ടായ കരാറിനെ ലംഘിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ യഹൂദരുമായിട്ട് കരാർ ചെയ്തു. ആ കരാറിന് എന്ത് ചെയ്തു? ഇവർ ലംഘിച്ചു. മാത്രമല്ല അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചു. അത് വളരെ ഹീനമായിട്ട് വധിക്കാൻ, ഹീനമായ നിലക്ക് വധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊരു സന്ധി സംഭാഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ അവരുടെ കോട്ടൻ്റെ അടിയിലിരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മേലെ കല്ല് ഉരുട്ടിയിട്ട് കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊളിച്ചു. ഏതായാലും മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജൂതരുമായിട്ടൊക്കെ കരാർ ചെയ്തു.
പക്ഷേ ആ കരാറിനെ ജൂതർ ലംഘിച്ചു. പിന്നെ നബി മതങ്ങളെ വധിക്കാൻ ശ്രമിച്ചു. അത് കാരണത്താൽ ശരിക്കും അവരെ മദീനയിൽ വെച്ച് തീർക്കായിരുന്നു വേണ്ടത്. നബി മതങ്ങൾ അവർക്ക് എന്ത് ചെയ്തു, നാട് വിടാൻ അവസരം നൽകി. അങ്ങനെ അവർ ഖൈബറിലേക്ക് പോയി. ഈ ഖൈബറിലെത്തിയ യഹൂദന്മാർ പിന്നെ അവിടെ നിന്നിട്ട് അവരുടെ പരിപാടി ഇതായിരുന്നു. എന്താ, എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും ആക്രമിക്കുക എന്നുള്ളതാണ്. അതിനവർ പണി പലതും നോക്കി. അങ്ങനെയാണ് ഉഹദ് യുദ്ധത്തിൽ ആര് ജയിക്കുന്നത്, ആർക്ക് വിജയം കിട്ടുന്നത്? അവസാനം മക്കക്കാർക്ക് വിജയം കിട്ടുന്നത്. അത് ഈ യഹൂദർക്ക് ഒന്നുകൂടി ആവേശം കൂട്ടി. അപ്പോൾ ഈ മക്കക്കാർ, അബൂ സുഫിയാനും കൂട്ടരും, മുശ്രിക്കുകൾ, ഖുറൈശികൾ, അവർ ഉഹദിൽ ജയിച്ചെങ്കിലും അവർക്കതൊരു ആത്യന്തിക വിജയമായില്ല. കാരണം എന്താ, അവർക്ക് വിജയം പൂർണ്ണമാണെങ്കിൽ അവർ മദീനയിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടേനും, മദീനയെ കൂടി ആക്രമിച്ചിട്ട് വധിയിൽ വരുത്തേണ്ടിയിരുന്നു. അവരതിന് ശ്രമിച്ച് മടങ്ങി പോകുമ്പോൾ തിരിച്ചു വരാം. പക്ഷെ പിന്നെ അവർ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ മക്കക്കാരുടെ മനസ്സിൽ എന്തുണ്ട്, മദീനയിലേക്ക് ഒന്നുകൂടി വന്ന് ആ ഉഹദിൻ്റെ ആവേശത്തിൽ പിന്നെ ഒന്നുകൂടി മദീനയെ ആക്രമിക്കണമെന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് യഹൂദികളിൽ, നമ്മൾ അഹ്സാബിനെയാണ് മനസ്സിലാക്കാൻ പോണത്. യഹൂദികളിൽ ഈ ബനൂ നദീർ ജൂതഗോത്രത്തിലെ അവരുടെ നേതാവായ ഹുയയ്യ് ഇബ്നു അഖ്തബ്, ഹുയയ്യ് ഇബ്നു അഖ്തബ്, പിന്നെ സലാം ഇബിൻ അബി അൽ ഹുഖൈ, അതേപോലെ കിനാന ഇബ്നു റബീ ഇബ്നു അബിൽ ഹുഖൈഖ്, ഇതിൽ പിന്നെ സലാം അല്ലെങ്കിൽ സല്ലാം ഇബ്നു മുഷ്കം, ഇവർ 4 പേർ. ഇവരാണ് ബനൂ നദീർ ജൂതഗോത്രത്തിൻ്റെ നേതാക്കന്മാർ. കിനാന ഇബ്നു റബീ ഇബ്നു അബിൽ ഹുഖൈഖ് സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവായിരുന്നു ഈ കിനാന. ഇത് ഹുയയ്യ് ഇബ്നു അഖ്തബ് സഫിയ റളിയല്ലാഹു തആലാൻ്റെ ഉപ്പയാണ്. മനസ്സിലായോ? ഇതിൽപ്പെട്ട തന്നെയാണ് ഈ സലാം ഇബ്നു അബിൽ ഹുഖൈഖ്, കിനാനൻ്റെ അളാപ്പയാണ്. പിന്നെ സല്ലാം ബിൻ മിഷ്കം, ഈ സല്ലാം ബിൻ മിഷ്കമിൻ്റെ ഭാര്യയാണ് സൈനബ് ബിന്ത് അൽ ഹാരിസ്, റസൂലുള്ളാഹിക്ക് വിഷം കൊടുത്തത് ഖൈബറിൽ പോയപ്പോൾ. അപ്പോൾ ഇവരൊക്കെയാണ് ബനൂ നദീർ ജൂതഗോത്രാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. ഇവരൊക്കെ ഈ അഹ്സാബിലെ ഒരു കക്ഷികളാണ്. ഇവർ മക്കയിൽ ചെന്നിട്ട് ദാറുൻ നദ്വയിൽ ഖുറൈശികളോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? ആദ്യം ഇവർ ശരിക്കും വേദത്തിൻ്റെ ആളുകളല്ലേ. ഇവർ ചെന്നപ്പോൾ ഖുറൈശികൾ ചോദിക്കുകയാണ്, ഞങ്ങളാണോ ഉത്തമം അതല്ല മുഹമ്മദും കൂട്ടരാണ് ഉത്തമം ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയാണ് നിങ്ങളാണ് ഉത്തമം, നിങ്ങളുടെ ആദർശമാണ് ഉത്തമം എന്ന് പറയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് വയഖൂലൂന ലില്ലദീന കഫറൂ ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല എന്ന ആയത്തിറക്കിയത് സൂറത്ത് നിസായിൽ. എന്താ, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, വേദഗ്രന്ഥം ഒരു വിഹിതം നൽകപ്പെട്ട ആളുകൾ, അവരെ താങ്കൾ മനസ്സിലാക്കിയില്ലേ? എന്താ, യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, അവർ ജിബ്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നു, വിഗ്രഹങ്ങളിലും പിന്നെ മറ്റു ക്ഷുദ്ര വസ്തുക്കളിലും വിശ്വസിക്കുന്നു. വയഖൂലൂൻ, ഈ വേദത്തിൻ്റെ ആളുകൾ പറയുന്നു, ലില്ലദീന കഫറു, അവിശ്വാസികളോട്, ആര്, മക്കക്കാരോട്, ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല, മുഅ്മിനീങ്ങളെക്കാൾ ഇവരാണ് ഏറ്റവും സന്മാർഗം പ്രാപിച്ചവർ എന്ന് പറയുന്നു. ശരി. പിന്നെ ഇവരോട് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മക്കക്കാർ എന്താ ചോദിച്ചറിയണം? അനഹ്നു ഖൈറുൻ അം ഹാദ സുനൈബീർ അൽ അബ്തർ അൽ മുമ്പത്തിർ, ഞങ്ങളാണോ ഉത്തമം അതല്ല ഹാദ സുനൈബീറുൽ മുമ്പത്തിർ. സുനൈബീറുൽ മുമ്പത്തിർ എന്ന് പറഞ്ഞാൽ സുംബൂർ എന്ന് പറഞ്ഞെങ്കിലും അബ്തർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലാണ്. എന്താ അബ്തർ എന്ന് പറഞ്ഞാൽ? വാലറ്റവൻ, ഗുണം കെട്ടവൻ, അനന്തരമെടുക്കാൻ ആളില്ലാത്തവൻ. സുനൈബീറുൽ മുമ്പത്തിർ എന്നവർ പറയണ ആരെക്കുറിച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മുഹമ്മദാണ് ഉത്തമം, ഞങ്ങളാണ് ഉത്തമം എന്നല്ല അവർ ചോദിക്കുന്നത്. ഖുറൈശികൾ ഇവരോട് ചോദിക്കുന്നത് ഈ അസുനൈബീർ അൽ മുമ്പത്തിർ എന്നാണ്. റസൂലുള്ളാഹിനെ വളരെ ഇകഴ്ത്തി ആണ് അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ പറയാണ് നിങ്ങളാണ് ഖൈർ, അൻതും ഖൈർ എന്ന് പറയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്നായത്തിറക്കിയത്. താങ്കളെ അപമാനിക്കുന്നവനാണ് വാലറ്റവൻ അല്ലെങ്കിൽ ഗുണം കെട്ടവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയേണ്ടത് അത് ഇവരെ കുറിച്ചാണ്. മനസ്സിലായില്ല? എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഖുറൈശികളോട് പിന്നെ അവരെ പ്രലോഭിപ്പിച്ച്. എന്തിന്?
ഖുറൈശികളെ പ്രലോഭിച്ച് മദീനയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ അതിന് ഇവർ ഖൈബറിൽ വിളയുന്ന കാരക്ക വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ചില റിപ്പോർട്ട് പ്രകാരം ഖൈബറിൽ വിളയുന്ന കാരക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഖുറൈശികളെ ഇവരുടെ വരുതിയിൽ കൊണ്ടുവന്നു. ഒന്ന് അവിടെ ഖുറൈശിനെ കൊണ്ടുവന്നു ഉണ്ടോ. അപ്പോൾ സഖ്യകക്ഷികളിൽ ഒരു രണ്ടാമത്തെ ടീമായി. എന്നിട്ട് ഇവർ ഇവിടെ പോയി? ഇവർ അൽ ഖത്ഫാനിൽ പോയി. ഖത്ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അറേബ്യൻ ഉപദ്വീപിൽ വലിയൊരു ഗോത്രമാണ് അൽ ഖത്ഫാൻ. ഈ അൽ ഖത്ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൈസ് ഐലാൻ എന്ന് പറയും. ഖൈസ് ഐലാൻ ഇബ്നല്ല, ഖൈസ് ഐലാൻ. ഈ മുദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരാണിത്. അബ്ദുള്ള മുതൽ അദ്നാൻ വരെ, ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് മുതൽ അദ്നാൻ വരെ 20 ആളുകളാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽ ഒരാളായ മുദറിൻ്റെ മകനാണ് ഖൈസ് ഐലാൻ. ഈ ഖൈസ് ഐലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറേബ്യൻ ഗോത്രത്തിൽ ഒരു വലിയ പ്രഭേതാവാണ്, വലിയ ഒരു തറവാടിയാണ്. ഈ ഖൈസ് ഐലാനിലേക്ക് ചേർത്തിട്ടുള്ള ഗോത്രങ്ങളൊക്കെ വളരെ പ്രമുഖരാണ്. അപ്പോൾ ഇതിൽ പെട്ട ഒരു പ്രധാന ഗോത്രമാണ് ആര്? ഖത്ഫാൻ ഗോത്രം. ഈ ഖൈസ് ഐലാനിലാണ് ഇപ്പോൾ ഹവാസിൻ ഗോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലാണ് ബനുൽ മുസ്തലഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സൈനബ് ബിൻത് ഖുസൈമ അവരൊക്കെ. അതേപോലെ തന്നെ അതിൽപ്പെട്ടതാണ് സഖീഫ് ഗോത്രം. അതിൽപ്പെട്ടതാണ് സഅദിയ, ഹലീമ സഅദിയ അല്ലേ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഹവാസിൻ്റെ ഉപഗോത്രങ്ങളിൽപ്പെട്ടതാണ് സഖീഫ്, അതേപോലെ തന്നെ സഅദിയ, ബനുൽ മുസ്തലഖ് ഇവരൊക്കെ. ഇതൊക്കെ ഉണ്ടല്ലോ ഖൈസ് ഐലാൻ്റെ മക്കൾ എന്ന പേരാണ്. അപ്പോൾ ഈ ഖൈസ് ഐലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഒരു ഇതാണ്. ഏതായാലും ഈ ഖൈസ് ഐലാൻ്റെ മകനാണ് അത് ഖത്ഫാൻ. അതിലേക്ക് ചേർത്താണ് ഖത്ഫാൻ ഗോത്രം. ഈ ഗോത്രത്തെ ഇവർ ചെന്ന് കണ്ട്, എന്നിട്ട് ഇവർക്ക് ഖൈബറിൽ വിളയുന്ന കാരക്കയുടെ പകുതി വാഗ്ദാനം ചെയ്തു. ഖൈബറിൽ വിളയുന്ന കാരക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഗണ്യം വിളയാണ്, അത്ര വരുമാനമാണ്. അത് വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഇവരെ ഇറക്കിയത്. ഇവരൊക്കെ ആരാണ്? അദ്നാനികളാണ്. എന്താ ഈ അദ്നാനികൾ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള വലിയ അളവ് ആളുകൾ ഖഹ്താനികളാണ്. ഔസ് ഖസ്റജ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ സബയിൻ്റെ തുടക്കത്തിൽ. ഔസ്, ഖസ്റജ്, അതേപോലെ ഖുസാ, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ഖഹ്താനികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അദ്നാനികളുണ്ട്. അതാരാണ്? അദ്നാനികളുള്ളത് മുഹാജിറുകളാണ്. മുഹാജിറുകളിൽ വലിയൊരളവ് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂ ഉബൈദത്ത്, സഈദ് ഇതൊക്കെ ആരാണ്? അദ്നാനികളാണ്. മനസ്സിലായി? അതൊക്കെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. മനസ്സിലായി? അവരൊക്കെ അദ്നാനികളാണ്, മുഹാജിറുകൾ ഏറെക്കുറെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ള മദീനക്കാരൊക്കെ ആരാണ്? ഖഹ്താനികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഹിജറ വന്ന പലരും ഖഹ്താനികളാണ്. നമ്മൾ സബയിൻ്റെ തുടക്കത്തിൽ ആ ഗോത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ നോക്കി നിങ്ങൾ, ഈ അദ്നാനികളിൽപ്പെട്ട ഖത്ഫാനികൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുക്കളാക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഇവരെ ഇറക്കുകയാണ്. ഈ ഖത്ഫാൻ ഇറങ്ങിയതോടുകൂടി ഇവരുടെ ഉപഗോത്രങ്ങൾ അതിൽപ്പെട്ടതാണ് ഒന്ന് ബനു സുലൈം. ഇവർ നേരിട്ട് ഖുറൈശികളോട് ചേരുക ചെയ്തു. ഖുറൈശികൾ പുറപ്പെട്ടിട്ടുള്ളൂ മക്കയിൽ നിന്ന്. അപ്പോൾ ബനു സുലൈം അവരോട് ചേർന്നു. പിന്നെ ഇവരുടെ കൂടെ ചേർന്നതൊന്ന് അസ്ജ. ഈ ഖൈസ് ഐലാൻ ഗോത്രത്തിൽ ഖത്ഫാനിൽ പ്രധാനപ്പെട്ട 3 ഗോത്രം ഉണ്ടായിരുന്നത്. ഒന്ന് അബസ്, മറ്റൊന്ന് ദുബിയാൻ, മറ്റൊന്ന് അസ്ജ. ഇതിൻ്റെ ഉപഗോത്രമാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഖത്ഫാനികൾ നട്ട് ഒരു ടീം, ബനു സുലൈം വേറൊന്ന്, പിന്നെ അസ്ജ, പിന്നെ ബനു മുറ, പിന്നെ അൽ ഫസാറ. ഇവർ ഉണ്ടല്ലോ ഇതിൻ്റെ ഉപഗോത്രമാണ്. പക്ഷേ ഇവരൊക്കെ ഉപഗോത്രമായിട്ട് വേറെയാണ്. അവരൊക്കെ വലിയ ഓരോ ആൾ വിഭാഗവുമായിട്ട് ഇതിൽ ചേർന്നു.
പിന്നെ ഇവരോട് ചേർന്നൊരു ഗോത്രമാണ് ബനു അസദ്. ഈ ബനു അസദ് വേറൊരു ഗോത്രമാണ്. ബനു അസദ് ഇബ്നു ഖുസൈമ ഇബ്നു മുദ്രിക്കൻ. കണ്ടോ? ഇപ്പം നമ്മൾ ഈ അഹ്സാബ് എന്ന് പറഞ്ഞില്ലേ, അഹ്സാബ് ഇവരാണ്. ഇനി ഇതിൽ ഖുറൈശികളോട് ഇപ്പം നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അഹാബീഷ് എന്ന് പറയും. അഹാബീഷ്, ഇത് അഹാബീഷ് അഹാബീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആരിലേക്ക് ചേർത്തത് മനസ്സിലാക്കുക? അഹാബീഷ് ഹബശക്കാരല്ലത്, അങ്ങനെയാണ് മനസ്സിലാക്കുക. അല്ല, മക്കയിൽ ഹുബുഷ എന്നല്ലെങ്കിൽ ഹുബുഷി എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്. ആ മലയുടെ ഓരം ചേർന്ന് കുറച്ച് അറബികൾ, അവരിൽ ഖുറൈശികളുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ബനുൽ മുസ്തഖ്ലഖിലെയും അതേപോലെ തന്നെ മറ്റു ചില അറേബ്യൻ ഗോത്രങ്ങളിലെയും അറബികൾ ചേർന്നിട്ട് എന്ത് ചെയ്തു? ഒരു സഖ്യം ഉണ്ടാക്കി. ആ സഖ്യത്തിൽ ഒരു വിഭാഗമാണ് അഹാബീഷ് എന്ന പേരിൽ പിൽക്കാലത്ത് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. എപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയിൽ നമ്മൾ വായിക്കും അഹാബീഷ് എന്നൊരു ടീമിനെ. അത് അറബികളിലുള്ള ഒരു വിഭാഗമാണ്, അല്ലാതെ ഹബശക്കാരല്ല. പിന്നെ ഈ ബനു കിനാന, ഇതും ഖുറൈശികളോട് ചേർന്ന ഒരു വിഭാഗമാണ്. ഈ യുദ്ധത്തിൽ അഹ്സാബിൽപ്പെട്ടതാണ്. ബനു കിനാന എന്ന് പറഞ്ഞാൽ അതാണ്. കിനാന ഇബ്നു ഖുസൈമ ഇബ്നു മുദ്രിക ഇബ്നു ഇല്യാസ് ഇബ്നു മുദർ ഇബ്നു നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ. ഉണ്ടോ? ബനു കിനാന അദ്നാനിയാണ്. പക്ഷെ ബനു കിനാന ആരല്ല? ഖുറൈശ് അല്ല. മനസ്സിലായി? ഖുറൈശ് ഒന്നുകിൽ ഫിഹിർ അല്ലെങ്കിൽ നദർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽപ്പെട്ട നദറിൻ്റെ മക്കൾ അവരാണ് ഖുറൈശികൾ, അല്ലെങ്കിൽ ഫിഹിറിൻ്റെ മക്കൾ അവരാണ് ഖുറൈശികൾ. ഉണ്ടോ? ഈ ഖുറൈശ് ഇതുണ്ടല്ലോ, നദറിന് താഴേക്കുള്ളവരൊക്കെ ആരാണ്? ഖുറൈശികളാണ്. ഇവരുടെ മക്കളും മക്കളൊക്കെ ഖുറൈശികളാണ്. മനസ്സിലായോ? അതേസമയം ഈ ഇതിന് മുകളിലുള്ളവരാരല്ല? ഖുറൈശികളല്ല. അതുകൊണ്ടാണ് ബനു കിനാന എന്ന് പറയുന്നത്, ബനു ഖുസൈമ എന്ന് പറയുന്നത്. ഇവരൊന്നും ആരല്ല? ഖുറൈശികളല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ബനു കിനാന ഖുറൈശിനോട് ചേർന്നു എന്ന് പറയുന്നത്. പിന്നെ ഇവരിലേക്ക് ചേർന്നു പിന്നെ അഹ്ലു തിഹാമ. തിഹാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെങ്കടലിനോട് ചേർന്നുള്ള ഹിജാസിൻ്റെ ഭാഗമാണ്. അതൊരു നിമ്ന മേഖലയാണ്. അതിന് ഹൂർ എന്നും പറയും. ഹൂർ അവിടെയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ യുദ്ധത്തിന് പുറപ്പെട്ട ഈ അഹ്സാബ് അവരാരാണ്? അവർ ഒന്ന് ഈ ടീമാണ്. പിന്നെ ഖുറൈശികൾ പുറപ്പെട്ടപ്പോൾ അഹാബീഷ് അവരോടൊപ്പം ചേർന്നു, ബനു കിനാന ചേർന്നു, പിന്നെ തിഹാമയിൽപ്പെട്ട ആളുകളും ഇതിലേക്ക് ചേർന്നു. മനസ്സിലായി? ഇവരുടെ നേതാവാരാ? പറയും. ഖുറൈശിൻ്റെ നേതാവ്, ഇവരൊക്കെ നേതാവ് അബൂ സുഫിയാൻ. പതാകവാഹകൻ ആരാ? പതാകവാഹകൻ ഇവരുടേത് ഉസ്മാൻ ഇബ്നു തൽഹ. ഉസ്മാൻ ഇബ്നു തൽഹ അൽ അബ്ദരി. ഉസ്മാൻ ഇബ്നു തൽഹ, പിന്നെ ഉസ്മാൻ ഇബ്നു തൽഹ ഇബ്നു അബൂ തൽഹ അബ്ദുള്ള ഇബ്നു അബ്ദുൽ ഉസ്സ, ഇബ്നു ഉസ്മാൻ ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ്. ഈ അബ്ദു മനാഫിലേക്കാണ് പിന്നെ അവർ ചേരുന്നത്. ഉസ്മാൻ ഇബ്നു തൽഹ അവർ പതാക വഹിച്ച്. അങ്ങനെ ഇവരുടെ എണ്ണം 4000 ആയിരുന്നു. ആര്? ഖുറൈശികളും കൂടെയുള്ളവരും 4000 ആളുകൾ മദീനയിലേക്ക്. പിന്നെ ഖത്ഫാനിൽ അവരുടെ നേതാവ് ഉയൈന ഇബ്നു ഹിസൻ അൽ ഫസാരിയാണ്. ഉയൈന ഇബ്നു ഹിസൻ അൽ ഫസാരി. ഈ ഖത്ഫാനികൾ അവരുടെ ഉപഗോത്രമായിട്ടുള്ള ബനു സുലൈമിനോടൊപ്പം അതേപോലെ തന്നെ അഷ്ജ. ബനു സുലൈമിൻ്റെ നേതാവ് സുഫിയാൻ ഇബ്നു അബ്ദു ഷംസ് അബുൽ ആവർ സുലമി എന്ന് പറയും. അൽ അഷ്ജ ഇവരും വലിയൊരു അളവ് ചേർന്നു. അതേപോലെ ബനു മുറ, പിന്നെ ഫസാറ, ബനു അസദിൻ്റെ നേതാവ് തുലൈഹ ഇബ്നു ഖുവൈലിദുൽ അസദി. ഈ തുലൈഹയാണ് നുബുവത്ത് വാദിച്ച് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ പിന്നെ അയാളെ മടക്കി കൊണ്ടുവന്നതൊക്കെ. പിന്നെ തുലൈഹ നന്നായി ഇസ്ലാം ആശ്രയിച്ച് ജീവിച്ചതൊക്കെ ചരിത്രത്തിൽ വായിക്കും. ഏതായാലും ഈ ബനു അസദ് ഗോത്രം ഇവർ നന്നായിട്ട് ചേർന്നു. ഈ പിന്നെ അഹ്സാബിൽ ഇവരോടൊപ്പം ഇവരെ അളക്കാൻ വേണ്ടിയിട്ട് വന്നതിൽ വേറെ 3 പേരുണ്ട്. ഒന്ന് ഹൗദ എന്ന് പറയും, ഹൗദ ഇബ്നു ഖൈസ് അൽ വായിലി, പിന്നെ അബൂ ആമിർ അൽ വായിലി, പിന്നെ വഹ്വഹ്, പണ്ടത്തെ പേരാട്ടോ, വഹ്വഹ് ബിൻ ആമിർ അൽ വായിലി. ഇവരൊക്കെ ബനു വായിൽ ഗോത്രക്കാരാണ്. ബനു വായിൽ, ഹൗദ ഇബ്നു ഖൈസ് അൽ വായിലി, അബൂ ആമിർ അൽ വായിലി, വഹ്വഹ് ബിൻ ആമിർ അൽ വായിലി.
ഇവർ ബനു വായിൽ ഗോത്രക്കാരാണ്. ഇവരും ഈ യഹൂദരോടൊപ്പം ഇവർ ഇളക്കാൻ വേണ്ടി പോയതാണ്. ഇവരും എവിടെയുള്ളത്? ഖൈബറിലാണുള്ളത്. ഇവരും ഖൈബറിലാണുള്ളത്. ഖൈബറിൽ നിന്നാണ് ഇവർ വരുന്നത്. ബനു നദീർ ഗോത്രം വരുന്നത് ഖൈബറിൽ നിന്നാണ്. ബനു വായിൽ അറബികളായിരുന്നു. ബനു വായിൽ എന്ന അറബികൾ ഖൈബറിൽ പാർക്കെയാണ് ജൂതന്മാരെവിടേക്ക് വരുന്നത്? ഖൈബറിലേക്ക് വരുന്നത്. ജൂതന്മാർ അവരുടെ പതിവ് പോലെ, അവരുടെ പതിവ് എന്താ? ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടുകാർ ഊരുകൊണ്ട് തിരക്കി അവിടുന്ന് പുറത്താക്കുക, എന്നിട്ട് അവരവിടെ നേടുക എന്നുള്ളതാണല്ലോ. അതായിരുന്നു ഖൈബറിൽ സംഭവിച്ചത്. അവിടെ ഉണ്ടായിരുന്ന അറബികളെ അവിടെ ജൂതർ വന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന് അറബികളെ എന്ത് ചെയ്തു? ഒരു മൂലക്കാക്കിയതിന് ശേഷം അവർ വാഴുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ബനു വായിൽ എന്ന് പറയുന്ന അറബികൾ ആരോടൊപ്പമായത്? ഈ യഹൂദരോടൊപ്പമായത്. ഇവർ ഖൈബറിൽ നിന്നാണ് വരുന്നത് മക്കയിലേക്ക്. ഖൈബറിൽ നിന്നാണ് ഇവർ പോകുന്നത് എവിടേക്ക്? ഗത്ഫാനിലേക്ക്. ഗത്ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയുടെ കിഴക്ക് ഭാഗം. പിന്നെ ഇന്നത്തെ ഈ തയ്യ് ഗോത്രം ഉണ്ടല്ലോ, തയ്യ് ഒക്കെ ഗോത്രത്തോട് ചേർന്നിട്ട് ഉണ്ടായിരുന്ന ഒരു ഉപഗോത്രമാണ്. ഒരു സ്ഥലത്തായിരുന്നു ആരുണ്ടായിരുന്നത്? ഗത്ഫാനികൾ ഉണ്ടായിരുന്നത്. ഖൈബറിൽ നിന്ന് അവരെവിടേക്ക് പോയി? ഗത്ഫാനിലേക്ക് പോയി. പിന്നെ ഇവരെന്ത് ചെയ്തു? പറഞ്ഞളക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ. അങ്ങനെ ഇവർ 4000, ഇവർ എല്ലാവരും കൂടി എത്ര? 6000. അപ്പം മൊത്തം എത്ര ആളായി മദീനയിലേക്ക്? 10000 ആളുകൾ. മദീനയുടെ ഏത് ഭാഗത്താണ് ഖൈബർ? ഖൈബർ. ഇന്ന് മദീന മന്തിഖത്തുൽ മദീനത്തിൽ മുനവ്വർ ഉണ്ടല്ലോ, മദീന പ്രൊവിൻസ്. അതിൽ നമ്മൾ മദീനയുടെ കിഴക്ക് ഭാഗത്തെ ഹന്നാക്കിയ അല്ലേ? ഹന്നാക്കിയയുടെ മുകൾ ഭാഗത്താണ്, വടക്ക് ഭാഗത്താണ് ആര്? ഖൈബർ അല്ലേ? ഖൈബറിൻ്റെ മുകളിലാണ് പിന്നെ അൽ ഉല. അതിൻ്റെ ഒരു ഭാഗത്താണ് ഐസ്, പിന്നെ യംബു, പിന്നെ ബദർ. പിന്നെ ഇങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഭൂമിശാസ്ത്രമായിട്ട് ഇത്. ഏതായാലും നോക്കി നിങ്ങൾ, മദീനയുടെ വടക്ക് ഭാഗത്താണ് ആരുള്ളത്? ഖൈബറുള്ളത്. ഈ ഖൈബറിൽ നിന്നാണ് അവർ മക്കയിൽ ചെല്ലുന്നത്. പിന്നെ ഗത്ഫാനികളൊക്കെ ആണെന്നുള്ളതൊക്കെ അവർക്ക് അത്ര തന്നെ ദൂരമല്ല. എന്തായാലും ഈ 10000 പേരെയും കൊണ്ട് എന്ത് ചെയ്യാണ്? ഈ ടീം മദീനയിലേക്ക് വരികയാണ്. എല്ലാവരുടെയും നേതൃത്വം മൊത്തത്തിലാക്കാണ് അബൂ സുഫിയാൻ. ഖുറൈശികൾ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കമാൻഡർ ഇൻ ചീഫ് ആരെയാണ്? അബൂ സുഫിയാൻ തന്നെയാണ്. മൊത്തത്തിൻ്റെ പതാക വാഹകൻ ഉസ്മാൻ ഇബ്നു തൽഹ തന്നെയാണ്. ഉസ്മാൻ ഇബ്നു തൽഹ അൽ അബ്ദരി. ഖുറൈശികളിൽ ലിവാ ആർക്കാണ്? യുദ്ധത്തിൽ പതാക വാഹകർ ഇവരാണ്, അബ്ദരികളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ബനു അബ്ദുദ്ദാർ ഗോത്രം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു തൽഹയാണ് പതാക വാഹകൻ. ഇവരൊക്കെ സൈന്യമായിട്ട് ഒപ്പം. പിന്നെ മാത്രമല്ല, ഈ ഖുറൈശികൾ വന്നിട്ട് മദീനയിൽ റൂമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, റൂമ. പിന്നെ അവിടെയാണ് വന്നിറങ്ങിയത്. ഈ ഗത്ഫാനികളും കൂടെയുള്ള 6000 പേരും ഉഹദിൻ്റെ ഒരു ചുരുണ്ട്, അതിന് ദനബു നഖമി എന്നാണ് പറയുക. അവിടെയാണ് വന്നിറങ്ങിയത്, ഉഹദിൻ്റെ ഒരു ചെരുവ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ ഈ വിവരം കേൾക്കുകയാണ്. എന്താ വിവരം കേൾക്കുന്നത്? ഈ ഒരു സഖ്യസേന അഹ്സാബ് മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് കേൾക്കുകയാണ്. അതും ഈ ഒരു ആൾബലം, ആ ആൾബലത്തിൽ ഖുറൈശികൾ, പിന്നെ ഗത്ഫാനികൾ, പിന്നെ അവരുടെ കൂടെയുള്ള ഈ ടീമുകൾ. ഇത് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്, വലിയൊരു വാർത്തയാണിത്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുമ്പോൾ, ഇത് മദീനൻ്റെ ഒരു ചിത്രം, ഇത് ഉഹുദ് മല, മനസ്സിലല്ലേ? ഉഹുദ് മലയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടെങ്കിൽ ഇവിടെയാണ് മസ്ജിദുൻ നബവി. മദീന ഹറമിൻ്റെ അതിർത്തിയാണ്. ഇതൊന്ന് ഹറത്ത് വാഖം, പിന്നെ അതൊന്ന് ഇത് ഹറത്തുൽ വബ്ര. ഇത് മദീനയുടെ കിഴക്കേ അതിർത്തി, ഇത് മദീനയുടെ പടിഞ്ഞാറേ അതിർത്തി, ഹറത്തുൽ വബ്ര. ഹറ എന്ന് പറഞ്ഞെങ്കിൽ ഈ കറുത്ത ബുർഖാൻ കല്ലുകൾ ഉണ്ടല്ലോ. ബുർഖാൻ കല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിപർവ്വത സ്ഫോടനം നടന്നിട്ട് അതിൽ നിന്ന് ഉണ്ടായ കറുത്ത കല്ലുകൾ. ആ കല്ലുകൾ പാകപ്പെട്ട കുന്നാണിത്. അതാണ് ഹറ. ഇതിന് ലാബ എന്നും പറയും. റസൂൽ പറയുന്നുണ്ട്, എനിക്ക് ഹിജറ പോകാനുള്ള നാട് കാണിക്കപ്പെട്ടു, ബൈന ലാബത്തൈനി, 2 ലാബകൾക്കിടയിൽ. ആ ലാബയുടെ പേരിന് മറ്റൊരു പേരാണ് ഹറ. വിശുദ്ധ മദീനയുടെ
പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത, ഇതിൻ്റെ കിഴക്കേ അതിർത്തിയും പടിഞ്ഞാറേ അതിർത്തിയും എന്താ സേഫാണ്. മതിലില്ലെങ്കിലും ഇവിടെ മതിലുണ്ട്. എന്താ മതിൽ? ഈ ബുർഖാൻ കല്ലുകളുടെ മലയാണ്. ഇതിൽ സൈന്യത്തിന് വരാൻ പറ്റില്ല, ആർക്കും മദീനെ ആക്രമിക്കാൻ വരാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. മസ്ജിദുൻ നബവി ഇവിടെയാണ്. പിന്നെ ശത്രുവിന് വരാൻ ഈ ഭാഗത്തൂടെ പറ്റില്ല. ഇത് മദീനയുടെ തെക്ക് ഭാഗം, ഇതാണ് തെക്ക്. തെക്ക് ഭാഗം ഇവിടെയാണ്. നിസ്കാരം ഇങ്ങോട്ടാണ്, മസ്ജിദുൻ നബവി നിസ്കാരം ഇങ്ങോട്ടാണ്. ഈ തെക്ക് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ജബൽ ഈർ. ജബൽ ഈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട ഒരു മലയാണ്. മനസ്സിലായി? അവിടെ എന്തുണ്ട്? ഒരു ഭാഗത്ത് നന്നായി ബുർഖാൻ കല്ലുകളുണ്ട്, ഈ കല്ലുകൾ. പിന്നെ ജബൽ ഈറും ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഓരത്തിലൂടെയാണ് മദീനയിലേക്ക് വരാൻ പറ്റുക. അവിടെയാണ് ജൂതഗോത്രങ്ങളുള്ളത്. ജൂതഗോത്രങ്ങളിൽ ബനൂ ഖുറൈള ജൂതഗോത്രം അതിവിടെയാണ്. പിന്നെ അവിടെ കൃഷിഭൂമിയാണ്. ബനൂ ഖുറൈളൊക്കെ അവരെ കൃഷിയാണ്. ഇവിടെ നിറച്ച് ഈത്തപ്പനയുടെ കൃഷിയാണ്. മദീനയുടെ തെക്ക് ഭാഗം ഇവിടെയാണ് ബനൂ ഖുറൈള ജൂതഗോത്രം ഉള്ളത്. ബനൂ ഖുറൈള ജൂതഗോത്രം ഇവിടെയാണുള്ളത്. ഈ ബനൂ ഖുറൈള ജൂതഗോത്രം ഈ ഭാഗത്ത്, ഇങ്ങോട്ട് ബനു നദീർ അവർ നാട് കടത്തപ്പെട്ടു. പിന്നെ കുറച്ചുകൂടി അടുത്തായിരുന്നു ബനു കൈനുഖ അവരും മദീനയിൽ നിന്ന് അകറ്റപ്പെട്ടു. അതുകൊണ്ട് ശേഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടിയിൽ കരാറിൽ കഴിയുന്ന ബനു ഖുറൈള ജൂതഗോത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂതഗോത്രവും ഈ കൃഷിയിടവും പിന്നെ ഈർ മലയുള്ളത് കാരണത്താൽ ഒരു ശത്രുവിന് ഇതിലെ വരാൻ പറ്റില്ല, മദീനയിലേക്ക് തെക്ക് ഭാഗത്തിലൂടെ വരാൻ പറ്റില്ല. അപ്പം മദീന ഭൂമിശാസ്ത്രപരമായി പടിഞ്ഞാറ് ഭാഗത്തുനിന്നും സേഫാണ്, കിഴക്ക് ഭാഗത്തുനിന്നും സേഫാണ്, തെക്ക് ഭാഗത്തുനിന്നും സേഫാണ്. തെക്ക് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായുണ്ട്, പിന്നെ ഈ ഖുറൈള ജൂതഗോത്രമുണ്ട്. ഖലാസ്. പിന്നെ ഏത് ഭാഗം ബാക്കിയുള്ളത് മദീനയുടെ? ഏതാ ഈ ഭാഗം? വടക്ക് ഈ ഭാഗമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗമാണ് അവർ വരാൻ തിരഞ്ഞെടുത്തത് അല്ലേ. ഇവിടെ ഗത്തഫാനികൾ വന്നിറങ്ങി, പിന്നെ റൂമയിൽ വന്നിറങ്ങിയിട്ടുള്ള കുറേ മക്കാരും ഇവിടേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ വരികയാണ് ഇനി മദീനയിലേക്ക്. 10,000 പേർ അന്ന് മദീനയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നടന്നു പോയാൽ മതി. ഒരു വേള മദീന തീരാൻ. കാരണം അത്ര ഊക്കുള്ള ആളുകളാണ് ഈ വരുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് സഹാബികളോട് കൂടിയാലോചന നടത്തുന്നത്. അഹ്സാബ് വരുന്ന വിവരം അറിയുമ്പോൾ അപ്പോഴാണ് സഹാബികളോടുള്ള മഷൂറയിൽ സൽമാൻ അൽ ഫാരിസി പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഇന്ന കുന്ന ബി ഫാരിസ് ഇദാ ഹൂസിർന ഖന്ദഖ്ന. റസൂലെ, ഞങ്ങൾ പേർഷ്യയിൽ, സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനാണ്, ഞങ്ങൾ പേർഷ്യയിൽ ശത്രുക്കൾ ഞങ്ങളെ ഉപരോധിച്ചിട്ടുണ്ടെങ്കിൽ ഖന്ദഖ്ന, ഞങ്ങൾ എന്താ ഖന്ദഖ്ന പറഞ്ഞാൽ കിടങ്ങ് തീർക്കുമായിരുന്നു, കിടങ്ങ് സൃഷ്ടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെ കാരണം എന്താ, പിന്നെ കിടങ്ങ് എവിടെ കീറിയാൽ മതി? വടക്ക് മാത്രം കീറിയാൽ മതി. നല്ല ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഈ കിടങ്ങിന് കീറാനുള്ള കൽപ്പന നൽകി. ശരി, അങ്ങനെ കണ്ട മദീനയിൽ തീർക്കപ്പെട്ട കിടങ്ങാണ് ഇത്. പിന്നെ ഹറത്തു വാക്കം, ഇത് ഹറത്തുൽ വബ്ര. ഹറത്തു വാക്കമിൽ നിന്ന് ഹറത്തുൽ വബ്രയിലേക്കാണ് കിടങ്ങ് കീറിയത്. കണ്ടോ, ആ കിടങ്ങ് കീറിയതിൻ്റെ ഏറെക്കുറെ അടയാളാണിത് അല്ലേ. ഇവിടെ ഒരു ഉജുമു ഷെയ്ഖൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോട്ട ഉണ്ട്. ഇതൊരു കോട്ടയാണ് ഉജുമു ഷെയ്ഖൈൻ. അത് ഹറത്തുൽ വഖമിൻ്റെ വടക്കേ അറ്റത്താണ്. പിന്നെ ഇവിടെ ഉത്തുമു അൽ മദാദ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോട്ട ഉണ്ട്. അൽ മദാദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോട്ട ഉണ്ട്. ഉജുമു ഷെയ്ഖൈൻ, ഈ കോട്ടയിൽ നിന്ന് ഉത്തുമുൽ മദാദ് അല്ലെങ്കിൽ ഉജുമു മദാദ് എന്ന് പറയുന്ന ഈ കോട്ട വരെയാണ് ഇത് കിടങ്ങ് കീറിയത്. മനസ്സിലായി? ഈ കിടങ്ങ് കീറിയതോടുകൂടി എന്തായി, ഇവർ അഹ്സാബ് മദീനയിലേക്ക് വന്ന്, അവർക്ക് ഇത് കിടങ്ങിൻ്റെ കാര്യമൊന്നും അറിയില്ല, പരിചയമല്ല. അവർ വന്ന് നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പോയി. അവരൊന്നായിട്ട് വന്ന് കാര്യം കഴിച്ച് പോകാനാണ്. പക്ഷേ ഈ കിടങ്ങ് അവരെ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. അവർക്ക് കിടങ്ങിൽ മുറിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം ഈ കിടങ്ങിൻ്റെ ആഴം പിന്നെ 7 മുഴാണ്, അതിൻ്റെ നീളം 5000 മുഴാണ്, അതിൻ്റെ വീതി 7 മുതൽ 10 വരെ, ചില സ്ഥലങ്ങളിൽ 10 മുഴം വരെ,
ചില സ്ഥലങ്ങളിൽ 7 മുഴം വരെ, ചുരുങ്ങിയത് 7 മുഴം ഉണ്ട് അതിൻ്റെ വീതി. അത് കാരണത്താൽ തന്നെ ഇവർ വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒരിക്കലും ഇത് മുറിച്ചടക്കാൻ പറ്റിയില്ല. ചില അശ്വഭടന്മാർ ശ്രമിച്ചിട്ടുണ്ട് ഇത് മുറിച്ച് കടക്കാൻ, ചാടിക്കടക്കാൻ. പക്ഷേ അവരെ മുസ്ലിമീങ്ങൾക്ക് വേഗം തുരത്താൻ പറ്റി. കാരണം എന്താ, 1-2 ആളുകളല്ലേ, അവർ വേഗം തുരത്താൻ പറ്റി. ഖുറൈശികളിൽ ഏറ്റവും ശക്തനും മല്ലനും പോക്കിരിയുമായിരുന്നു അംറുബിന് അബ്ദുവുദ്. അയാൾ ഇത് ചാടി ഇപ്പുറത്ത് വന്ന് എന്നിട്ട് മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ച് ആരാണ് എന്നോട് മുബാറസൊക്കെ തയ്യാറെന്ന് ചോദിച്ചു. അപ്പോൾ അലി എഴുന്നേറ്റ് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ചെറുതല്ലേ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ അയാളപ്പോൾ കളിയാക്കുക. അപ്പോൾ വീണ്ടും അലി എഴുന്നേറ്റ് റസൂലുള്ളാഹി ഇരിക്കാൻ പറഞ്ഞു. വീണ്ടും അയാൾ ഇങ്ങനെ വിളിക്കുകയാണ്, ഗർജിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പകരം ഇറക്കണം എന്ന് നോക്കുമ്പോൾ വീണ്ടും അലിയാണ് എഴുന്നേറ്റ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ വിട്ട്. അങ്ങനെ അലി ചെന്ന് ഈ അംറുബ്നു അബ്ദുവുദ്, അലി ചെറുതാണ്, അയാളോട് മുബാറസ് നടത്തി, യുദ്ധം. അതിൽ അംറുവുദ്ദിനെ അലി വധിച്ചു. പിന്നെ ചിലരൊക്കെ ശ്രമിച്ചെങ്കിൽ അവരെ തിരുത്താൻ പറ്റി. നടന്നതൊക്കെ അമ്പെയ്ത്താണ്. ആ അമ്പെയ്ത്തിൽ ഒരമ്പ് വന്നാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കാൽത്തുടയിൽ തറച്ചത്. അതേറ്റിട്ടാണ് പിന്നീട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയുണ്ടായത്, ഷഹീദാകുകയുണ്ടായത് ഈ ഖന്തക്കിന് ശേഷം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഖന്തക്കിൻ്റെ ചരിത്രം വായിക്കുന്ന മലയാണ് ജബലു സലാ എന്ന് പറയും, ജബൽ സില എന്ന് പറയും. സല എന്നുള്ളതാണ് ഹദീസിൽ വന്നത്. ഈ ജബലു സലാ ഇത് പ്രധാനമാണ്. ഈ ജബൽ സലഇൻ്റെ ഒരു ഭാഗത്ത് കിഴക്ക് വടക്ക് ഭാഗത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടങ്ങ് കീറാനുള്ള നേതൃത്വം നൽകിയത്. കിടങ്ങ് കീറിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ സലഇൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് നിന്നത്. യുദ്ധം നടക്കുന്ന സമയമുണ്ടല്ലോ, കിടങ്ങ് തീർത്തതിന് ശേഷം ഇവിടെ വെച്ചാണ് യുദ്ധത്തിന് നേതൃത്വം നൽകിയത്. കിടങ്ങ് കീറാൻ സലഅ കുന്നിൻ്റെ മറുവശവും യുദ്ധത്തിന് നേതൃത്വം നൽകാൻ അതിൻ്റെ നേരെ എതിർവശവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത്. ഇന്ന് നമ്മൾ സബഅ മസാജിദ് എന്ന പേരിൽ മസ്ജിദുകൾ കാണും. ഖന്തക്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മസ്ജിദുൽ ഖന്തക്ക് പ്രസിദ്ധമായിട്ടില്ല. പിന്നെ മസ്ജിദ് സൽമാൻ അൽ ഫാരിസി, മസ്ജിദ് അലി, മസ്ജിദ് ഉമർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല മസ്ജിദുൽ ഫതഹ്, ഇങ്ങനെ മസ്ജിദുകൾ കാണും. സബഅ മസാജിദ് അതൊക്കെ ഈ ഭാഗത്താണ്, സലഇൻ്റെ ഈ ഭാഗത്താണ്. ഇപ്പം നമ്മൾ മദീനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സിയാറ പോകുമ്പോൾ ഈ സലഅ കുന്നിൻ്റെ ഈ ചെരുവിലാണ് നിൽക്കുക. ഇവിടെയാണ് ആ വലിയ മസ്ജിദുള്ള, അവിടെ കയറിയിട്ട് നിസ്കരിക്കുകയും ചെയ്യൂലേ. അവിടെ പ്രത്യേക നിസ്കാരമൊന്നുമില്ല. പക്ഷേ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിസ്കാര സമയം ഉണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കുമ്പോൾ ആ മസ്ജിദ് അതാണ്. തയ്യിബ്, നമ്മൾ ഇതിൻ്റെ ചരിത്രം പറയുകയാണ് എങ്കിൽ വലിയ ഒരു ചരിത്രമാണ്. ഈ കിടങ്ങ് കീറിയത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കിടങ്ങ് കീറാൻ പറഞ്ഞു. 6 ദിവസം കൊണ്ടാണ് ഈ 5000 മുഴം ആര് കയറിയത്, സഹാബികൾ കയറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആളുകൾക്ക് വീതം വെക്കുകയായിരുന്നു. അൻസാരികൾ ഇത്ര, മുഹാജിറുകൾ ഇത്ര എന്ന് പറഞ്ഞിട്ട് ആളുകളെ വീതം വെക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ അൻസാരികൾക്കും മുഹാജിറുകൾക്കും വീതം വെച്ചപ്പോൾ സൽമാൻ അൽ ഫാരിസി അൻസാരി അല്ല, അദ്ദേഹം മുഹാജിറാണ് ബിലാശക്ക്, പക്ഷേ അദ്ദേഹം പേർഷ്യക്കാരനാണല്ലോ. അപ്പോൾ അൻസാരികൾ ഞങ്ങളിലേക്ക് സൽമാൻ, മുഹാജിറുകൾ ഞങ്ങളിലേക്ക് സൽമാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ് പറഞ്ഞത് സൽമാൻ മിന്ന അഹ്ലൽ ബൈത്ത്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങളുണ്ടെങ്കിലും ചരിത്രം എന്നുള്ളവർക്ക് നമ്മൾ വായിക്കുന്നതാണ്. സൽമാൻ ഞങ്ങളിൽപ്പെട്ടവനാണ്, നബി കുടുംബത്തിൽപ്പെട്ടവനാണെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത്. ഏതായാലും ഇവിടെ ഈ കിടങ്ങ് കുഴിക്കുമ്പോഴാണ് ചില മുഅ്ജിസത്തുകൾ അരങ്ങേറിയത്. അതിലൊന്ന് അന്നുണ്ടായ വറുതി, പട്ടിണി. ഈ കിടങ്ങ് കുഴിക്കുന്ന സമയം 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കിടങ്ങ് കുഴിക്കുന്നവർ. അപ്പോൾ മദീനയിലെ വറുതിയും പട്ടിണി എത്രയെന്ന് ആലോചിച്ചാൽ മതി. ഇവർക്ക് കിടങ്ങ് കുഴിക്കണമെങ്കിൽ താക്കത്ത് വേണ്ടേ. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശപ്പ് വയറൊട്ടിയിട്ട് ഇന്ന് വളരെ കൂടുതൽ വയറൊട്ടിയ അവസ്ഥയിലാണ് കണ്ടത്. അതുകൊണ്ട് നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരടുത്ത് ഒരു സായ് ഗോതമ്പ് അതവർ പൊടിയാക്കി, അവരുടെ വീട്ടിലൊരു മൃഗം ഉണ്ടായിരുന്നു, ആടോ അല്ലെങ്കിൽ ചെറിയൊരു മൃഗം, ആട്, അതിനെ അവരറുത്ത് എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ഭാര്യ ഇങ്ങോട്ട് അയക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും കൂടെ 1-2 ആളുകളോടും വരാൻ പറയണം എന്ന് പറയുന്നുണ്ട്. ജാബിറിനോട് ഭാര്യ പറയുന്നുണ്ട്, ലാ തഫ്ദഹീനി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബി,
എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് ഇന്നെ വഷളാക്കല്ലേ എന്ന് പറയുന്നുണ്ട് ജാബിറിനോട്. അങ്ങനെ ജാബിർ റളിയല്ലാഹു തആല അൻഹു കിടങ്ങ് കീറാൻ സഹകരിക്കുന്ന നേതൃത്വം നൽകുന്ന റസൂലുള്ളാഹിനോട് എന്നിട്ട് പറയും, റസൂലെ ഭാര്യ അല്പം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളെയും കുറച്ച് ആളുകളെയും വിളിക്കാനാണ് പറഞ്ഞത്. റസൂലുള്ളാഹിനോട് സ്വകാര്യം പറയാണ് ജാബിർ റളിയല്ലാഹു തആല. അപ്പോൾ പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ സ്വകാര്യം പറഞ്ഞപ്പോൾ പറയാണ്, യാ അഹ്ല ഖന്ദഖ്, ഖന്ദഖ് കിടങ്ങ് കുഴിക്കുന്നവരെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ വിളിച്ച്, എന്നിട്ട് ഹയ്യ ഹലംബിക്കും എല്ലാവരും വരാൻ പറയാണ്. ജാബിർ നിങ്ങൾക്കൊരു സൂർ ഒരുക്കി, സൂർ എന്ന് പറഞ്ഞെങ്കിൽ പേർഷ്യൻ ഭാഷയാണ്, നിങ്ങൾക്കൊരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്, തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുമെന്ന് പറയണം. അങ്ങനെ 1000 പേരുണ്ടായിരുന്നു ആ സമയം എന്നാണ്. 1000 പേർ കിടങ്ങ് കുഴിക്കാൻ, ഈ 1000 പേരായിട്ടാണ് വരുന്നത്. അപ്പോൾ ജാബിർ റളിയല്ലാഹു തആല വേഗം അദ്ദേഹം ആകെ പരവശനായി. അദ്ദേഹം വേഗം ഭാര്യൻ്റെ അടുത്തേക്ക് ഓടുകയാണ് നന്നായിട്ട് വരുമ്പോൾ. അപ്പോൾ ഭാര്യ പറയാണ്, യാ ജാബിർ ബിക് വബിക് എന്നൊക്കെ പറയണം. എന്താ ബിക് വബിക്? നമ്മളെ സ്ത്രീകളെ പറയില്ലേ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാറില്ലേ, ഇമാതിരി പണി ഞങ്ങൾ പറ്റിക്കണ വെച്ചില്ലേ, അതാണ് ബിക് വബിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് ഞാനത് ചെയ്തിട്ടുണ്ട്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചതാണ്. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭക്ഷണത്തെക്കുറിച്ച് കേട്ടോ, ആ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ റസൂൽ എന്തെങ്കിലും അതിലൊരു ഖൈറ് കണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ ഒരു ബുഹ്മയിലായിരുന്നു പിന്നെ ഈ മാംസം അവരുണ്ടാക്കിയത്, മാവ് കുഴച്ചിരുന്നു. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയോടൊരു നിർദ്ദേശം കൊടുത്ത് അങ്ങനെ അവർ കലത്തിൽ നിന്ന് മാംസം ഒഴിക്കുന്നു, റൊട്ടി ചുട്ടിട്ട് അത് വെക്കുന്നു. ഈ 1000 ആളുകളും വിശപ്പ് മാറുവോളം കഴിച്ചു എന്നാണ്. വിശപ്പ് മാറുവോളം എല്ലാവരും കഴിച്ചു, പിന്നെ കുറേ ശേഷിച്ചു. അപ്പോൾ അത് അവർ ആ കുടുംബത്തോടും അയൽവാസികളോടൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അവർ മടങ്ങിയെന്നാണ്. ഈ മുഅ്ജിസത്ത് നടന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ ഈ കിടങ്ങ് കുഴിക്കുകയാണ്. കിടങ്ങ് കുഴിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല രോമമുള്ള ശരീരമായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊലിയും ആ രോമവും മണ്ണിൽ മൂടിപ്പോയിരുന്നു എന്നാണ്. അത്രമേൽ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരോടൊപ്പം കളക്കുകയും മണ്ണ് വാരിയിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മാർ റളിയല്ലാഹു തആല അൻഹു കളക്കണത് കാണുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനോട് പറയുന്നത്, യാ വൈഹ അമ്മാർ തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, അമ്മാർ നിങ്ങളെ അക്രമികളായ ഒരു വിഭാഗമായിരിക്കും വധിക്കുക എന്ന് പറയുന്നുണ്ട് അമ്മാറിനോട് ഇവിടെ വെച്ച്. ചരിത്രത്തിൽ അമ്മാർ റളിയല്ലാഹു അൻഹു എപ്പോഴാണ് വധിക്കപ്പെട്ട്? പിൽക്കാലത്ത് സിഫീൻ യുദ്ധത്തിലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാറിനോട് ആ കാര്യം പറഞ്ഞത് ഇവിടെ വെച്ചാണ്. ചിലത് റസൂലുള്ളാഹിയുടെ ഒരു മുഅ്ജിസത്തായിരുന്നു. അതേപോലെ തന്നെ ഈ കിടങ്ങ് കീറുമ്പോൾ വലിയൊരു കല്ല് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഇടയ്ക്കിടയ്ക്ക് അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ സൽമാൻ അൽ ഫാരിസി റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, റസൂലെ ഞങ്ങളുടെ മിഴവൽ ഏൽക്കുന്നില്ല. മിഴവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പിക്കാസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടിമുട്ടി ഏൽക്കണില്ല, അത്ര സ്ട്രോങ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും ഈ പാറ നീക്കാൻ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിഴവൽ വാങ്ങിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞടിച്ചു. ചില റിപ്പോർട്ടിൽ കാണാം ആ ഒരടിയിൽ അതിൻ്റെ 1/3 പൊടിയായി എന്നാണ്. കസീബൻ സായിറൻ എന്നാണ്. പൊട്ടിയിട്ട് ചലിക്കുന്ന മണൽ പോലെയായി എന്നാണ് അടിയേറ്റിട്ടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനടിച്ചപ്പോൾ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ ഉഅതീതു മഫാത്തിഹ ശാം, അല്ലാഹു അക്ബർ, എനിക്ക് ഷാമിൻ്റെ മിഫ്താഹുകൾ നൽകപ്പെട്ടു എന്ന് പറയുന്നത്. എന്ന് റസൂൽ പറയാണ്, ഇവിടെ വെച്ച് ഈ സമയം ഞാൻ കാണുകയാണ് പിന്നെ ബുസ്രയിലെ ഖുസൂർ ബുസ്ര അൽ ഹംറ, ബുസ്രയിലെ ചുവന്ന കോട്ടകൾ ഞാൻ എൻ്റെ കണ്ണിൽ കാണുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറ്റി പറഞ്ഞു. പിന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അടുത്തടി അടിച്ചപ്പോൾ ആ പാറയുടെ 1/3 പിന്നെ അത് എന്ത് ചെയ്തു? പൊടിഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അല്ലാഹു അക്ബർ ഉഅതീതു മഫാത്തിഹ ഫാരിസ്, പേർഷ്യയുടെ മിഫ്താഹുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ സമയം ഞാൻ കാണുന്നത് ഖസ്റു മദാഇനിൽ അബിയദ്, മദായിൻ ദേശത്തെ വെളുത്ത കൊട്ടാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ 3ാമത്തെ അടി അടിച്ചപ്പോൾ പാറ പൂർണ്ണമായും പൊടിയായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ ഇന്നി ലഅബ്സർതു ഫി സഅതി ഹാദിഹി അബ്വാബ സന ഉഅതീതു മഫാത്തിഹ യമൻ, യമൻ്റെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. ഈ സമയം ഞാൻ സനഅയിൻ്റെ അബ്വാബ് കവാടങ്ങൾ കാണുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനസ്സിലായി? അങ്ങനെ ഈ പൊട്ടാത്ത ഒരിക്കലും ഒരു ഇടിമുട്ടി ഏൽക്കാത്ത പാറകൾ പൊടിഞ്ഞ മുഅ്ജിസത്ത് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായ ഒരു സമയമാണ് ഇത്. ഈ കിടങ്ങ് കുഴിച്ച ഈ ഒരു സമയം
മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞില്ലേ 6 ദിവസത്തിൽ എന്ത് ചെയ്തു, ഈ കിടങ്ങ് പൂർണ്ണമായി. വലിയ പരീക്ഷണമായിരുന്നു ആ കിടങ്ങ് കുഴിച്ച നാളുകളിൽ ഉണ്ടായത്. കൊടിയ തണുപ്പ്, കൊടിയ വിശപ്പ്, പേടി. പേടി എന്താ? അതാണ് നമ്മുടെ വിഷയം, അൽ അഹ്സാബ്. ഇതിപ്പോൾ നമ്മുടെ മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാർ ഈ 10,000 ഏറ്റുമുട്ടാൻ മുസ്ലിം സൈന്യം എത്രയാണ്? 3000. അതിൽ ചിലർ പറയുന്നത് 3000 അല്ല, 1000 ഉള്ളൂ. കാരണം എന്താ, ഇവിടെ കിടങ്ങ് വീഴ്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ എത്ര പോയത് ജാബിർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക്? 1000 പേരാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പിന്നെ ശരിയല്ല, 3000 എന്നുള്ളത് തന്നെയാണ് ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അവിടെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മനസ്സിലല്ലേ? അവരെ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു കോട്ടയായിരുന്നു ഫാര എന്ന് പറയുന്ന കോട്ട. ഫാര ഈ കോട്ടയിലേക്ക് എന്ത് ചെയ്തു, അവരെ ഒന്നായിട്ട് താമസിപ്പിച്ച് എല്ലാവരെയും. കാരണം ആണുങ്ങളൊക്കെ എടുക്ക് പോവാണ്, ജബൽ സലഹിൻ്റെ ചെരുവിലേക്ക് പോവാണ്, യുദ്ധനാളുകൾ വരികയല്ലേ. അതുകൊണ്ട് ആണുങ്ങളൊക്കെ ഇങ്ങോട്ടെടുത്ത് ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും പാർപ്പിച്ചു. മനസ്സിലായില്ലേ? ഇതിപ്പോൾ മദീനയുടെ അന്നത്തെ സാഹചര്യത്തിൽ ഇത് മസ്ജിദുൻ നബവിയാണ് എങ്കിൽ മസ്ജിദുൻ നബവിയുടെ ഈ ഓരത്താണ് ഹസ്രജികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാർ. മനസ്സിലല്ലേ? ഈ ഭാഗങ്ങളിലാണ് ഔസ് ഗോത്രക്കാർ. പിന്നെ ഇവിടെ യഹൂദന്മാർ. മദീനയുടെ ഓരോന്നും വലിയ വലിയ ചരിത്രങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മസ്ജിദുൻ നബിയുടെ സൈഡിലുണ്ടായിരുന്ന ഫാര എന്ന് പറയുന്ന കോട്ടയിൽ, അത് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ കോട്ടയായിരുന്നു. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാർപ്പിച്ചു. മനസ്സിലായോ? ഈ അഹ്സാബ് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര വിഷയമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദൻ ഫഅർസൽനാ അലൈഹിം റീഹ വജുനൂദൻ ലം തറൗഹ എന്നല്ലേ. നിങ്ങൾക്ക് നേരെ ജുനൂദ് വന്നു എന്നാണ്. ജുനൂദ് എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ വന്നു എന്നാണ്. ആ സൈന്യങ്ങളാണ് ഈ അഹ്സാബ് അല്ലേ. ഇവർ വന്ന് ഈ ഖത്ഫാനികൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന സമയം അവരിൽ നിന്ന് ഖത്ഫാൻ്റെ നേതാവ് ഉയൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരി ആളയക്കുന്നുണ്ട്. എന്തിന്? മദീനയിൽ വിളയുന്ന കാരക്കൻ്റെ പകുതി ഞങ്ങൾ ഖത്ഫാനികൾക്ക് തരികയാണ് എങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് ചെയ്യാതെ പോകാമെന്ന് പറയുന്നുണ്ട്. യുദ്ധത്തിന് മുമ്പ് ഖത്ഫാനികളാണ് ആദ്യം ഇവിടെ വന്നിറങ്ങിയത്. റൂമയിലാണ് ആരുള്ളത്? അബൂ സുഫിയാനും കൂട്ടരുള്ളത്. അത് ഇവിടുന്ന് കുറച്ച് അകലത്തിലാണ്. ഇവർ വന്നു തുടങ്ങിയ റസൂലുള്ളാഹിനോട് അയക്കാണ്, മദീനയിൽ വിളയുന്ന കാരക്കകളുടെ പകുതി ഞങ്ങൾക്ക് വർഷം തരികയാണ് എങ്കിൽ ഞങ്ങൾ മടങ്ങാം, അബൂ സുഫിയാൻ്റെ കൂടെ നിൽക്കാതെ മടങ്ങാമെന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വെച്ച് കൂടിയാലോചന നടത്താണ്. മദീനക്കാരുടെ നേതാവാണ് സഅദ് ബിൻ മുആദ്, പിന്നെ ഒന്ന് സഅദ് ബിൻ ഉബാദ. ഇവർ രണ്ടാളോടും പറയുകയാണ്, ഇങ്ങനെ ഖത്ഫാനി പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെ കൊടുത്താലോ, എന്നാൽ ഇവരാണ് പിരിഞ്ഞു പോയാലോ. അപ്പോഴാണ് സഅദ് ബിൻ മുആദും സഅദ് ബിൻ ഉബാദയും പറയുന്നത്, റസൂലേ ഇത് അള്ളാൻ്റെ വഹയാണ്, നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നതാണോ? അപ്പോൾ അത് രണ്ടുമല്ല എങ്കിൽ ജാഹിലിയത്തിൽ ഇങ്ങനത്തെ നിബന്ധനകൾക്ക് ഞങ്ങൾ നിന്നിട്ടില്ല. ജാഹിലിയത്തിൽ ഇസ്ലാം ഞങ്ങളെ ആദരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അപമാനം അതിന് ഒരിക്കലും വിധേയരല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിനെ സമ്മതിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരസ്കരിച്ചു. ഇപ്പം തന്നെ ഉള്ള പേടിയാണ് ഈ പറയുന്നത്. ഈ ഒരു സഖ്യകക്ഷികൾ ഇവിടെ വന്ന് നിൽക്കുന്ന സമയമാണ് ഈ ഖുറൈദ, ഈ ഗോത്രം ഇവിടെ വെച്ച് റസൂലുള്ളാഹിനോടുള്ള കരാർ ലംഘിക്കണം. അതിൻ്റെ കാരണം ഇവനാണ്, ഈ ഹുയൈ ഇബ്നു അഖ്തബ് അൻ-നദീരിയാണ്. ഹുയൈ ഇബ്നു അഖ്തബ് അൻ-നദീരി നേരെ സഖ്യകക്ഷി ഇവിടെ വരുന്ന ഈ സമയം ഇവിടേക്ക് ചെന്ന് ബനു ഖുറൈദയിലേക്ക് ചെന്നു. ബനു ഖുറൈദയിൽ ചെന്നപ്പോൾ അവരുടെ നേതാവ് കഅബ് ബിൻ അസദ് അൽ ഖുറദിയാണ്. കഅബ് ബിൻ അസദ് അൽ ഖുറദി അദ്ദേഹം തൻ്റെ കോട്ടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹുയൈ ഇബ്നു അഖ്തബ് വരുന്നത്. ഹുയൈനെ കാണുമ്പോൾ തന്നെ കഅബ് ബിൻ അസദ് കോട്ട അടക്കുകയാണ്. നിൻ്റെ ഗോത്രത്തിനോ നീ മശ്ഊം ശകുനായി, ഞങ്ങൾക്കും കൂടി നീ ശകുനം കൊണ്ടല്ലേ എന്നിട്ടാണ് കോട്ട അടച്ചത്. കാരണം ഹുയൈ ഇബ്നു അഖ്തബ് കാരണത്താലാണ് ബനു നദീർ ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടത്, ഇയാളൊരൊറ്റാൾ കാരണത്താൽ. അപ്പോൾ ഇയാളങ്ങനെ ചെയ്തു. പക്ഷേ ഹുയൈ പിരിഞ്ഞു പോയില്ല. ഹുയൈ എന്ത് ചെയ്തു? ആ കോട്ടൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് പ്രീണിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ക്യാബിനെ കൊണ്ട് തുറക്കിച്ച് വാതിൽ, എന്നിട്ട് സംസാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഈ കരാർ ലംഘിച്ച്. ആ കരാർ ലംഘിച്ച വാർത്ത സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു കേട്ട് അദ്ദേഹം ഇങ്ങനെ ഈ വിവരം അന്വേഷിച്ച് ഉറപ്പ് വരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവിടെ വന്നിട്ട് പറയാണ്. അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സുബൈറിനോട് പറയുന്നത്, ലികുല്ലി ഉമ്മത്തിൻ ഹവാരി ലികുല്ലി നബിയിൻ ഹവാരി,
വഹവാരി സുബൈർ എന്ന് പറയുന്നുണ്ട്. എല്ലാ നബിമാർക്കും അപ്പോസ്തലന്മാരുണ്ട്. എൻ്റെ അപ്പോസ്തലാണ് സുബൈർ എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ തുടർന്നാണ്. ഏതായാലും ഇവർ ഈ കരാർ ലംഘിച്ചതോടുകൂടി പിന്നെ നോക്കി ഈ ഭാഗത്തുള്ള ഉണ്ടല്ലോ ഈ സുരക്ഷ പോവുകയാണ്. മാത്രമല്ല ഇവർ തന്നെയും എന്താണ് വിഷപ്പാമ്പുകളാണ്. ഇനി ഈ മദീനയിൽ എന്തു നടക്കും എന്ന അവസ്ഥ വരികയാണ്. കാരണം ഇവർ ലംഘിച്ചില്ലേ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ നേരെ സഅദ് ബിൻ മുആദിനെ, സഅദ് ബിൻ ഉബാദയെ, അബ്ദുല്ലാഹി ബിൻ റവാഹയെ, അതേപോലെ തന്നെ ഹബ്ബാത്ത് ഇബ്നു ജുബൈറിനെയൊക്കെ അയക്കുന്നത് ഇവരെങ്ങനെങ്കിലും അത് പുതുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു? ലംഘനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇവരിൽ ബനു സഅയ എന്ന് പറയുന്ന ഒരു ഉപഗോത്രം ഒഴിച്ച് ബനു ഖുറൈദയിൽ ബനു സഅയ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഈ ലംഘനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ശരി, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും. ശത്രു സൈന്യം നിങ്ങളുടെ മുകളിൽ നിന്ന് വന്നു, നിങ്ങളുടെ കീഴിൽ നിന്ന് വന്നു. ബനു ഖുറൈദയെക്കുറിച്ച് വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, കൽബുകൾ ഹഞ്ചറകളിലെത്തി. ആരുടെ? വിശ്വാസികളുടെ. നബിസ്വല്ലല്ലാഹു സഹാബത്തിൻ്റെയും കൽബുകൾ അവരുടെ തൊണ്ടയിലെത്തി പേടിച്ചിട്ട്. പിന്നെന്താണ്? ഇദ്സാഖത്തിൽ അബ്സാർ, ദൃഷ്ടികൾ തെറ്റിപ്പോയി എന്നാണ്. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, പേടിച്ചിട്ട് കൽബുകൾ തൊണ്ടയിലെത്തി. വതദുന്നൂന ബില്ലാഹി ദുനൂന എന്നാണ്. അള്ളാഹിനെക്കുറിച്ച് കപട വിശ്വാസികൾ ദുർവിചാരങ്ങൾ വെച്ച് പുലർത്തി എന്നാണ്. ആ അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും പേടിച്ചു എന്നാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൂടിയ 3000 ആളുകളിൽ നിന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 200 കുതിരപ്പടയാളികളെയും സലമ ഇബ്നു സാലിമുൽ ഔസിയുടെ നേതൃത്വത്തിൽ സെയ്ദിൻ്റെ നേതൃത്വത്തിൽ 300 കുതിരപ്പടയാളികളെ, ഈ സലമ ഇബ്നു സാലിമുൽ ഔസിയുടെ നേതൃത്വത്തിൽ 200 കുതിരപ്പടയാളികളെ ഇതിൽ നിന്ന് എന്ത് ചെയ്തു? മദീനയിലേക്ക് ഇങ്ങനെ ഈ പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് അയച്ചു എന്നാണ്. എന്തിനാ പെട്രോളിങ്ങിന് അയക്കുന്നത്? ഇവർ ഈ മദീനയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ വലിയ വിപത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് തക്ബീർ ചൊല്ലി മദീനയിൽ അവരോട് എന്ത് ചെയ്തു? ഈ റോന്തി വിറ്റാൻ പറഞ്ഞു, ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഏതായാലും ഈ 24 ദിവസം ഈ അവസ്ഥ തുടർന്നു. ഈ ഉപരോധം ഇവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇവരെ ഈ കടങ്ങിലൂടെ ഉപരോധിച്ചു 24 ദിവസം. അതിനുശേഷം എങ്ങനെയാണ് ഇത് ഖന്തഖ് അല്ലെങ്കിൽ അഹ്സാബ് ഇത് അവസാനിക്കുന്നത്? എങ്ങനെയാണ്? 2 കാരണങ്ങളാലാണ്. ഒന്ന്, നഈം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഗത്ഫാൻ ഗോത്രത്തിലെ ഒരു വ്യക്തി, നഈം ഇബ്നു മസ്ഊദ് അൽ ഗത്ഫാനി, ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച വിവരം ആർക്കറിയില്ല? ഖുറൈശികൾക്കും അറിയില്ല, ഗത്ഫാനികൾക്കും അറിയില്ല. അദ്ദേഹം സ്വീകരിച്ചത് ആർക്കേ അറിയുള്ളൂ? അദ്ദേഹത്തിനും അറിയുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അദ്ദേഹം പറയാണ്, റസൂലെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇതൊരു നിർണായക സമയമാണ്, നിങ്ങൾ എന്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് സമ്മതം തരണം, ഞാൻ ചെയ്യാം എന്ന് പറയണം. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സമ്മതം നൽകിയപ്പോൾ നഈം ഇബ്നു മസ്ഊദ് അൽ ഗത്ഫാനി എന്ത് ചെയ്തു? ആദ്യം ബനു ഖുറൈദയിലേക്ക് ചെന്ന് എന്നിട്ട് ഇവരോട് പറഞ്ഞ്, നിങ്ങൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവരോട് മുസ്ലിങ്ങളോട് യുദ്ധത്തിനാണ്. യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പോകും? യുദ്ധം കഴിഞ്ഞാൽ ഖുറൈശികൾ പോകും, ഗത്ഫാനികളൊക്കെ പോകും, നിങ്ങളിവിടെ ബാക്കിയാവും. നിങ്ങളുടെ നിലനിൽപ്പ് പ്രശ്നമാണ്. അതുകൊണ്ട് ഖുറൈശികളുടെ ഓരം നിങ്ങൾ ചേരണം എങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് റഹായിനെ തരണം. റഹായി എന്ന് പറഞ്ഞാൽ ചില പണയം, ഖുറൈശികളിൽപ്പെട്ട ചില ആളുകളെ തന്നെങ്കിലേ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളൂ. കാരണം നിങ്ങളെങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് റഹായിനെ തരണം എന്ന് പറയണം. കുറച്ച് ആളുകളെ പണയായിട്ട് തരണം എന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ല എന്ന് ഇവരോട് പറയാൻ പറഞ്ഞു. ഇദ്ദേഹം ചെന്നിട്ട് പിന്നെ ഇവിടെ ചെന്നു, ഖുറൈശികളുടെ അടുക്കൽ ചെന്ന്, അഹ്സാബിൻ്റെ അടുക്കൽ ചെന്ന്, എന്നിട്ട് അവരോട് പറഞ്ഞ്, ഖുറൈദക്കാർ പറയുന്നുണ്ട് മുഹമ്മദിനോടുള്ള കരാറ് ഞങ്ങൾ ലംഘിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ വിട്ടു തരണമെന്ന്. അല്ലേ? യഥാർത്ഥത്തിൽ ഖുറൈദക്കാർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സുൽഹ് ഒഴിവാക്കിയിട്ടില്ല. പിന്നെയോ അവർ ആ ബന്ധം നിലനിർത്താൻ തന്നെയാണ് ഉദ്ദേശം. പക്ഷേ നിങ്ങളിൽ നിന്ന് കുറച്ച് ആളുകളെ പിടിച്ചിട്ട് മുഹമ്മദിനെ ഏൽപ്പിക്കാൻ ഇവർക്ക് ഭാവമുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് ആളുകളെ ചോദിക്കും എന്ന് പറയണം. നഈം ചെന്നിട്ട് ഇവരോട്. അതോട് കൂടിയിട്ട് പിന്നെ എന്തായി? അകലാപ്പായി. ഇവർക്കും പ്രശ്നമായി,
കുറേശികൾക്കും പ്രശ്നം. ഇന്നത്തെ കാലത്ത് അതിൽ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഉറപ്പ് വരുത്തുന്ന വിഷയമൊന്നുമില്ല, മനസ്സിലായി. അതോട് കൂടിയിട്ട് ഇവർ പിന്നെ ആ നിലക്ക് പിന്നെ ഒരു ഇളക്കം തുടങ്ങി, മനസ്സിലായി. ആ ഇടയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടിയ തണുപ്പും പിന്നെ ഒരു കാറ്റും ഇത് രണ്ടിനെയും അയക്കുന്നത്. ശരി, ഈ രണ്ടിനെയും അയച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ പരീക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫത്തുൽ യമാനിനെ പറഞ്ഞയക്കുന്നുണ്ട്. രാത്രിക്ക് ഇവരുടെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട്, അഹ്സാബ് എന്താണ് ഇവിടെ ചെയ്യണതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. രാത്രി സമയം യുദ്ധമല്ലല്ലോ. അപ്പോൾ ഹുദൈഫ ചെന്ന് നോക്കുമ്പോൾ പറയാം, റസൂലേ തണുപ്പാണ്, കൊടിയ കാറ്റാണ്. അവരുടെ പിന്നെ എടുപ്പുകൾ ടെൻ്റൊക്കെ സ്ഥാപിച്ചത് അത് നിൽക്കുന്നില്ല, അവർക്കൊരു തീ കത്തിക്കാൻ പറ്റണില്ല, അവരുടെ അടുപ്പിൽ വെക്കുന്ന കലം പോലും ഉറച്ചു നിൽക്കുന്നില്ല, ഒക്കെ പാറുകയാണ്. ആ രീതിയിലുള്ള കൊടിയ കാറ്റും നല്ല തണുപ്പുമാണ്. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ പറയുന്നത് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പോവുകയാണ്, എൻ്റെ കൂടെ പോർഡോയിൽ പോന്നോളിയും എന്ന് പറഞ്ഞതാണ് അബൂ സുഫിയാൻ അവിടുന്ന് വിടുകയാണ്. മനസ്സിലായില്ലേ? ഈ ഒരു 2 കാര്യങ്ങൾ ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? അള്ളാഹു പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആനിൽ, വഖഫല്ലാഹുൽ മുഅ്മിനീന അൽ ഖിതാൽ, മുഅ്മിനീങ്ങൾക്കൊരു യുദ്ധം വേണ്ടി വന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ഒഴിവാക്കി എന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവിച്ചത്. അഹ്സാബ് യുദ്ധം ഇതോടുകൂടി എന്തായി? പിന്നെ അവസാനിച്ചു. മനസ്സിലായില്ലേ? ഖുറൈശികൾ അമ്പെ പരാജയപ്പെട്ടെന്ന പോലെ ഇത്രയും ആൾബലം ഉണ്ടായിട്ടും ഗത്ഫാനികളും മടങ്ങി, ഖുറൈശികളും മടങ്ങി, കൂടെയുള്ളവരും മടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിസമാപ്തി. മനസ്സിലായോ? ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ മാപ്പ് നമ്മുടെ അടുത്ത് ഉണ്ടാവും. സൂറത്തുൽ അഹ്സാബിൻ്റെ ഒരു വലിയ ഭാഗം നമുക്ക് വിശദീകരിക്കുമ്പോഴൊക്കെ ഇത് വരും, ഈ വിഷയങ്ങൾ വരും. ഏതായാലും ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയത് എന്താണ് അൽ അഹ്സാബ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അഹ്സാബ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നടന്ന ഒരു വലിയ പരീക്ഷണത്തിൻ്റെ ഒരു യുദ്ധ ചരിത്രമാണ്. മുഅ്മിനീങ്ങളിൽ 6 പേർ രക്തസാക്ഷികളായിട്ടുണ്ട്, അല്ലേ? അവിശ്വാസികളിൽ നിന്നും ചിലർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖലാസ്. ഇവിടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും ഇവിടെ എതിരിടാൻ വന്നത് ആരാണ്? അദ്നാനികളാണ് വന്നത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ പരമ്പരയിലെ പെട്ട ഗോത്രങ്ങളാണ് ഇതിൽ വന്നത്. അതും ഈ യഹൂദരുടെയും ബനു വായിൽ ഗോത്രക്കാരുടെയും പ്രലോഭനങ്ങളും പ്രീണനങ്ങളും ഒക്കെ ഏറ്റിക്കൊണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ചുരുങ്ങിയ വിഷയം. കുറേ ചരിത്രങ്ങളും കുറേ വിഷയങ്ങളാണ് ഈ അഹ്സാബുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഒരു നഖചിത്രം. അതാണ് ഇവിടെ ഇൻഷാ അല്ലാഹ്. ഇത് ഒരു പിന്നെ വലിയ സംഭവമല്ലേ? പറയുമ്പോൾ ഗത്ഫാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയോട് അടുത്ത് തന്നെയാണ്, വേറെ വിട്ടല്ല. അതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ തന്നെ ആളുകൾ ഇത് അറിയിക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.